Meet the editors. ബജറ്റിനെ പ്രതിപക്ഷം വിശേഷിപ്പിച്ചത് കുർസി ബജാവോ ബജറ്റ് എന്നാണ്. കസേര കാക്കാനുള്ള ബജറ്റോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, അമരാവതി അടക്കമുള്ള തലസ്ഥാനത്തിൻ്റെ വികസനത്തിനു വേണ്ടി 16 അംഗങ്ങളെ പിന്തുണയ്ക്കുന്ന ആന്ധ്രാപ്രദേശിന് തെലുങ്കുദേശത്തിന് വാരിക്കോരി കൊടുത്തത് 15,000 കോടി. 12 അംഗങ്ങളുള്ള പാർട്ടിയുള്ള ബീഹാറിന് കൊടുത്തിരിക്കുന്നത് 26,000 കോടി രൂപ. അതുകൂടാതെ പ്രളയസഹായം വേറെ, പൂർവോദയ പദ്ധതി ഉൾപ്പെടുത്തി പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബീഹാർ ആന്ധ്രാപ്രദേശ് ബഡ്ജറ്റ് പോലെ കേട്ടു എന്നാണ് പലരും പറഞ്ഞത്. കസേര കാക്കാനാണോ? നിശ്ചയമായും. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മലാ സീതാരാമൻ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ. ആ ഇടക്കാല ബജറ്റിൻ്റെ പ്രസംഗം നിർമ്മലാ സീതാരാമനും അതേപോലെ തന്നെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും അവസാനിപ്പിച്ചത് ആ പാർലമെൻറ്റിനെ ഒന്നാകെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഇതാ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 400 സീറ്റുമായി വീണ്ടും അധികാരത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ ഉയർത്തുവാൻ പാകത്തിലുള്ള ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലേ? എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം എന്താ സംഭവിച്ചത്? 240 സീറ്റുകളിലേക്ക് BJP ചുരുങ്ങി. അതേപോലെ തന്നെ ഒരു മുന്നണി സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പറയുന്ന ബജറ്റ് ഈ ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യയെ എടുത്തുയർത്താൻ പോകുന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത ബജറ്റാണ് എന്ന് മാത്രവുമല്ല, ദുർബലമായൊരു സർക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ നേർ സാക്ഷ്യപ്പെടുത്തലാണ് ഈ ബജറ്റ് എന്ന് പറയാം. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ആന്ധ്ര ബീഹാർ ബജറ്റ് എന്നിതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിനെ നമ്മൾ ഒരു കുറ്റമായി കാണേണ്ടതില്ല. യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. 2000-ലാണ് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജാർഖണ്ഡ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനം ഉണ്ടാകുന്നു. ആ സമരത്തിൻ്റെ മുന്നിൽ അക്കാലത്ത് നിന്നിരുന്ന ആരായിരുന്നു എന്നറിയോ? BJP ആണ്. BJPയുടെ വലിയ സമരമായിരുന്നു ബീഹാർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കൂടി ബീഹാറിനെ 2 സംസ്ഥാനങ്ങളായി വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് BJP ആയിരുന്നു. അങ്ങനെ 2000-ൽ ബീഹാർ 2ആയി വിഭജിക്കുകയും ബീഹാറും ജാർഖണ്ഡും 2 സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തു. അവിടെ ഒരു പ്രശ്നമുണ്ടായി. ബീഹാർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നോക്കൂ, ബീഹാർ ഒരേ സമയം കാർഷികമായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ തന്നെ ഈ പറയുന്ന മൈൻസ് ആൻഡ് മിനറൽസ് ധാരാളമുള്ളൊരു സംസ്ഥാനവുമാണ്. പക്ഷേ ബൈഫർക്കേറ്റ് ചെയ്തപ്പം ജാർഖണ്ഡിലേക്ക് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഖനികളും പോവുകയാണ് ഉണ്ടായത്. അതോടുകൂടി എന്തു പറ്റിയെന്ന് വെച്ചാൽ ബീഹാർ വലിയ രീതിയിൽ പിന്നോട്ടടിക്കപ്പെട്ടു സാമ്പത്തികമായിട്ട്. മാത്രമല്ല, ഒട്ടേറെ പ്രളയങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. ആ അർത്ഥത്തിൽ ബീഹാറിനോടൊരു പരിഗണന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ ബൈഫർക്കേഷൻ നടന്നത് 2000-ലാണ് കേട്ടോ. 2000-ൽ അന്ന് ഭരിച്ചിരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ വാജ്പേയി ഗവൺമെൻറ്റാണ്. ആ സർക്കാരാണ് ഇതിനെ 2ആയി വിഭജിച്ചത്. പക്ഷേ ഈ 2000-ൽ ഈ വിഭജനമുണ്ടായിട്ട് 2024 വരെ ബീഹാറിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള തീരുമാനമോ മുൻകൈയോ BJP സർക്കാരുകൾ 14-ൽ വന്ന നരേന്ദ്രമോദി സർക്കാരോ 19-ൽ വന്ന നരേന്ദ്രമോദി സർക്കാരോ എടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ 24-ൽ ഒരു വലിയ വെളിപാടുണ്ടാകുന്നത് പോലെ ബീഹാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഹൈവേ നിർമ്മാണത്തിന് 26,000 കോടി രൂപ. അതേപോലെ തന്നെ പവർ പ്രോജക്റ്റിന് എത്രയാണെന്നറിയോ? 21,400 കോടി രൂപ ഹൈവേ നിർമ്മാണം, പവർ പ്രോജക്റ്റ്. അതേപോലെ തന്നെയാണ് 11,500 കോടി രൂപ ഈ പറയുന്ന വെള്ളപ്പൊക്ക പ്രതിരോധത്തിന്. മൊത്തം എത്ര കോടി രൂപയാണെന്നറിയോ? 59,900 കോടി രൂപ. ഓൾമോസ്റ്റ് 59,000 crores, 59,000 കോടി രൂപയാണ് ബീഹാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഒറ്റ കാരണമാണ്. 12 JDU MP-മാർ, 5 LJP MP-മാർ, ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ചയുടെ ഒരു MP. അങ്ങനെ 12, 5, 17 18 MP-മാർ. ബീഹാറിൽ നിന്ന് ഈ 18 MP-മാരുടെ കൂടെ പിന്തുണയുണ്ടെങ്കിൽ 240 + 18 258ആയി. ഇനിയിപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് വന്നാൽ, ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ് ബൈഫർക്കേറ്റ് ചെയ്യപ്പെട്ടത്? 2014-ലാണ് ആന്ധ്രാപ്രദേശ് 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെടുന്നത്. അത് ആന്ധ്രാപ്രദേശും തെലങ്കാനയുമായി മാറി. അതിൻ്റെ ഏറെക്കാലമായി അവരുടെ 2 പേരുടെയും കോമൺ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. അമരാവതി ഒരു തലസ്ഥാനമായി വികസിപ്പിക്കണം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ 10 വർഷമായി അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ്. നോക്കൂ, 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ TDP ഉണ്ടല്ലോ ഈ NDAയിൽ. അന്നും സഖ്യകക്ഷിയാണല്ലോ. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരുന്നത് കൊണ്ട് മുന്നണി വിട്ടുപോയ പാർട്ടിയല്ലേ TDP. അപ്പോൾ നമ്മൾ കാണേണ്ട 2014 282 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ TDPയുടെ ആവശ്യങ്ങളൊന്നും പരിഹരിക്കേണ്ട ഒരു സമ്മർദ്ദവും നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ല, BJPക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് TDPയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഈ സർക്കാരിന് ഭൂരിപക്ഷം
പ്രശ്നമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 240 + 18, അപ്പോൾ 258, 272 വേണ്ടത് ഭൂരിപക്ഷത്തിന്. എത്രയാണ് കയ്യിലുള്ള MP-മാർ ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിൽ? 16 MP-മാർ. അപ്പോൾ കൃത്യം ഭൂരിപക്ഷമായി. അപ്പോൾ ആ ഭൂരിപക്ഷം ഒപ്പിക്കണമെങ്കിൽ ബീഹാറും വളരെ പ്രധാനമാണ്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ 2 രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിനെ നിയന്ത്രിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. അമരാവതി എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ 15,000 കോടി രൂപ. അത് കൂടാതെ നിർമ്മലാ സീതാരാമൻ്റെ ഒരു ഉറപ്പുകൂടിയുണ്ട്. മാത്രമല്ല അസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും, ഫ്യൂച്ചറിലും അസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ വിശാഖപട്ടണം ചെന്നൈ സാമ്പത്തിക ഇടനാഴി, ഹൈദരാബാദ് ബംഗളൂരു സാമ്പത്തിക ഇടനാഴി, അതേപോലെ പോലാവാരം ജലസേചന പദ്ധതിക്ക് അലോക്കേഷൻ, ആന്ധ്രയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പദ്ധതി. അപ്പോൾ ഇത്രയും വിപുലമായ പദ്ധതികൾ ആന്ധ്രാപ്രദേശിനും നൽകിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ പറയുന്ന 400 സീറ്റോടുകൂടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നിട്ട് ലോകത്തിലെ ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വളർച്ച കാണിക്കുന്ന സമ്പദ് വ്യവസ്ഥയായി 3ാം സ്ഥാനത്തേക്കെങ്കിലും എത്തും വിധത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി 3.0 എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ നരേന്ദ്രമോദി 3.0യുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വലിയ പദ്ധതികളും വലിയ റോഡ് മാപ്പും ഒക്കെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെയും ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിൻ്റെയും എന്താ പറയുക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ആ 2 സംസ്ഥാനങ്ങളിലേക്കും മാത്രമായി നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് BJP എത്രത്തോളം ദുർബലമായിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് വിരിവ് എത്ര ചുരുങ്ങിയിരിക്കുന്നു, മോദിക്ക് ഈ സർക്കാരിന് മേലുള്ള ആധിപത്യം എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഏറ്റവും നല്ല തെളിവാണ്. ഏതായാലും ഈ സർക്കാർ ഇങ്ങോട്ട് വന്ന് അധികാരത്തിൽ കയറി അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റിൽ തന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിടിമുറുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അപ്പോൾ എത്രത്തോളം പവർഫുള്ളാണ് അവർ ആ മുന്നണിക്കകത്ത്, ആ സർക്കാരിനകത്ത് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതാണ് ഞാൻ രാഷ്ട്രീയമായ ഒരു വിഷയമായി പറയുന്നത്. മറ്റൊന്നൊരു താങ്ക്സ് ഗിവിംഗ് ബജറ്റാണ്. എങ്ങനെയാണ് താങ്ക്സ് ഗിവിംഗ് ബജറ്റ് ആവുന്നത്? ഒഡീഷയ്ക്ക് വലിയ രീതിയിൽ ഉള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒഡീഷ എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ വിജയം BJPക്ക് നേടിക്കൊടുത്ത സംസ്ഥാനമാണ്. അവിടെ സംസ്ഥാനം ഭരിക്കുന്നത് BJP-ആണ്. അവിടുന്ന് ഒരു നല്ല ശതമാനം സീറ്റ് BJPക്ക് പിന്നെ പാർലമെൻറ്റിലും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു താങ്ക്സ് ഗിവിംഗ് എന്നുള്ള നിലയ്ക്ക് ഒഡീഷയ്ക്കും, അതായത് ഒഡീഷയ്ക്ക് സമഗ്ര വികസന പാക്കേജാണ് കേട്ടോ. അത് ടൂറിസത്തിൻ്റെ പേരിലാണ്. ഒഡീഷയുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ, ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ടൂറിസം പ്രോജക്റ്റുകൾ, അവിടുത്തെ മനോഹരമായ ബീച്ചുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് ഒഡീഷയെ വലിയ രീതിയിൽ പരിഷ്കരിക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഒരു നന്ദി പ്രകാശനം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ കൈപൊള്ളിയ വിഷയങ്ങളുണ്ടല്ലോ. ഈ എന്താണ് BJPയും NDAയും യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള കാരണം? അത് ഈ രാജ്യത്തെ ഗ്രസിച്ചിരുന്ന തൊഴിലില്ലായ്മയാണ്, അല്ലേ? രാജ്യത്തെ ഗ്രസിച്ച തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാതിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ. ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ 2 യുവാക്കൾ ആ പാർലമെൻറ്റ് ലോക്സഭയിലേക്ക് ഇറങ്ങി അവിടെ ഒരു പിന്നെ എന്താ പറയുക ഒരു അറ്റാക്ക് തന്നെ നടത്തിയെന്ന് പറയാവുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അപ്പോൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ഈ കൈപൊള്ളിയതുകൊണ്ട് തന്നെ ആ വിഷയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജ്യം ഒരു വലിയ കനത്ത തൊഴിലില്ലായ്മയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ വച്ചിരിക്കുന്നത് ഞാൻ വളരെ പ്രോഗ്രസീവായിട്ട് കാണുന്നു. ഈ ബജറ്റിൽ ചില പോസിറ്റീവായ വശങ്ങളുമുണ്ടല്ലോ. ഇപ്പോൾ 5 വർഷം കൊണ്ട് 4 കോടി യുവാക്കൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി 2 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഈ പറയുന്ന 1 വർഷം 2 കോടി ആളുകൾക്ക് പിന്നെ ജോലി കൊടുക്കുന്നതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ വെള്ളത്തിൽ വരച്ച് വരികയെങ്കിലും ഇപ്രാവശ്യം കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ മെറ്റീരിയലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷം കോടി രൂപ വരുന്ന 5 വർഷം കൊണ്ട് 4 കോടി യുവജനങ്ങൾക്ക് ജോലി നൽകാൻ പാകത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ പോസിബിലിറ്റി ഉള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. റിയലിസ്റ്റിക് ആണ്. ആ അർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് 1,48,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതും ഇന്ത്യയിലെ യുവ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നോക്കൂ, നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യൻ യുവ സമൂഹത്തിൽ നമ്മൾ കാണുന്ന 2 പേരിൽ ഒരാൾക്ക് തൊഴിലില്ല. 54% കേട്ടോ നമ്മുടെ ഈ തൊഴിലില്ലായ്മ നിരക്ക് യുവജനങ്ങൾക്കിടയിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ആ വിഷയത്തെ അഭിസംബോധന ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ ഉയർത്തി എന്നുള്ളതാണ്. ഈ പറയുന്ന 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായിട്ട് വിദ്യാഭ്യാസ വായ്പ ഉയർത്തിയിട്ടുണ്ട്. അത് വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം യുവജനങ്ങളെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെയല്ലേ 500 സ്ഥാപനങ്ങളിൽ 500 കമ്പനികളിൽ 1 കോടി പിന്നെ യുവാക്കൾക്ക് ഇൻറ്റേൺഷിപ്പോട് കൂടി ഈ പറയുന്ന പരിശീലനം നൽകും. 5,000 രൂപ പ്രതിമാസം കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് അതെ. പക്ഷേ ഇപ്പം ഇടതുപക്ഷമൊക്കെ പറയുന്നത് ഇൻറ്റേൺഷിപ്പ് അല്ല
വേണ്ടത്, നമുക്ക് തൊഴിലാണ് വേണ്ടത്. പക്ഷേ ഞാനതിനെ ഒരു പ്രോഗ്രസീവായിട്ടാണ് കാണുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമല്ലോ. ആ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടാറില്ല ഇൻറ്റേൺഷിപ്പിൽ, പക്ഷേ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുക. പക്ഷേ നമുക്കൊരു എക്സ്പോഷർ ലഭിക്കുന്നുണ്ട് അല്ലേ, അവിടുത്തെ ആ സിസ്റ്റവുമായ ഒരു എക്സ്പോഷർ ലഭിക്കുന്നുണ്ട്. അത്തരം ചില പ്രോഗ്രസീവായ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന്. ഇപ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും തൊഴിലൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. 1 കോടി ആളുകൾക്ക്, യുവാക്കൾക്ക് 500 കമ്പനികളിൽ, മൾട്ടിനാഷണൽ ആയിട്ടുള്ള അടക്കം കമ്പനികളിൽ, സ്വകാര്യ കമ്പനികളിൽ ഇത്തരത്തിലുള്ളൊരു എക്സ്പോഷർ 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ ഉയർത്തി കാണിക്കുന്നത്, ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്, നേരിടേണ്ടി വന്നത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന സർക്കാർ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഫാർമിംഗ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അത് വളരെ പ്രധാനമാണ് കേട്ടോ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കർഷകരും വലിയ രീതിയിൽ ഈ പറയുന്ന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയില്ലേ. ആ ഫാർമിംഗ് സെക്ഷനിൽ ഇപ്പോൾ 2.5 ലക്ഷം കോടി രൂപയുടെ ഒരു വായ്പാ പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ മുദ്രാ ലോൺ ഉയർത്തത് 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തുമ്പോൾ 10 ലക്ഷം രൂപ കൃത്യമായി അടയ്ക്കുന്നവർക്കാണ് ഈ 20 ലക്ഷം രൂപ കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അപ്പോഴും അതൊരു മേജർ ഇനിഷ്യേറ്റീവാണ്. ആ അർത്ഥത്തിലൊക്കെ കുറച്ച് പ്രോഗ്രസീവായ ഒട്ടേറെ കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു വശത്ത് നിൽക്കുന്നു. താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നൊരു വിഷയം ഒഡീഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആദ്യ ബജറ്റിൽ തന്നെ നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നു, നിർമ്മലാ സീതാരാമൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എൻ്റെ ടേക്ക്. ശരി, മറ്റഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പ്രതിപക്ഷം ഈ ബജറ്റിനെ കുറിച്ച് പറഞ്ഞതെന്ന് കൂടി നമുക്കൊന്ന് നോക്കി വരാം. കേന്ദ്ര ബജറ്റിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ സമസ്ത മേഖലകളെയും ശാക്തീകരിക്കുന്ന ബജറ്റാണ് എന്നാണ് മോദി വ്യക്തമാക്കിയത്. കസേര സംരക്ഷിക്കാനുള്ള ബജറ്റാണെന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത്. കുർസി ബച്ചാവോ ബജറ്റ് നിരാശാജനകമെന്ന് മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. മധ്യവർഗത്തെയും ദരിദ്രരെയും ഗ്രാമങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കുന്ന ബജറ്റിൽ നിന്നാണ് കേന്ദ്ര ബജറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകഴ്ത്തിയത്. യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ബജറ്റ് നൽകുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ബജറ്റാണ്. കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ബജറ്റെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. साथियों, ये बजट समाज के हर वर्ग को शक्ति देने वाला बजट है. ये देश के गांव गरीब किसान को समृद्धि की राह पर ले जाने वाला बजट है. इस बजट से महिलाओं की आर्थिक भागीदारी सुनिश्चित करने में मदद मिलेगी. साथियों, इस बजट का एक बहुत बड़ा फोकस देश के किसान है. മറ്റ് സംസ്ഥാനങ്ങളുടെ ചിലവിൽ സഖ്യകക്ഷികൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് പ്രകടന പത്രികയും മുൻ ബജറ്റും കോപ്പി ചെയ്ത ബജറ്റ് എന്നും രാഹുലിന്റെ പരിഹാസം. യുവാക്കൾക്ക് സ്ഥിരം തൊഴിലാണ് ആവശ്യം, ഇന്റേൺഷിപ്പ് അല്ല എന്ന് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. प्रोग्राम को कॉपी कर लिए है, उसको दूसरा नाम उन्होंने दिया क्या, इंटर्नशिप. तो हम ये तो उससे ज्यादा पैसा देकर वो स्कीम को बनाना चाहते हैं. ബജറ്റിലെ പ്രത്യേക പരിഗണനയ്ക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി. കുർസി ബച്ചാവോ ബജറ്റാണോ എന്നതാണ് ചോദ്യം. കസേരക്കാക്കാനുള്ള ബജറ്റാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കസേരക്കാക്കാനുള്ള ബഡ്ജറ്റാണ്. കാരണം പാർലമെൻറ്റിലെ നമ്പറുകൾ അത്രമാത്രം ദുർബലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സാധാരണ പറയുന്നത് ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. BJPയുടെ ഭരണത്തെക്കുറിച്ചുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ BJP തന്നെ അതൊരു ക്യാമ്പയിനായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇക്കുറി എന്താണ് സംഭവിച്ചത്? ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഡബിൾ എഞ്ചിൻ ഓഫ് ആവുകയും പകരം ഒരു സ്റ്റെപ്പിനിയായി കൊണ്ടുപോകുന്ന, അഥവാ ഇനി സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ബോധ്യമുള്ള സർക്കാർ സ്റ്റെപ്പിനിക്ക് കാറ്റടിക്കുകയും ചെയ്ത ബജറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷിപ്പിക്കാം. അതായത് നിതീഷ് കുമാർ ഇല്ലാതെ, ചന്ദ്രബാബു നായിഡു ഇല്ലാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഡബിൾ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ ക്ലെയിം BJP അവസാനിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, പ്രധാനപ്പെട്ട എല്ലാ ലൊക്കേഷനുകളും പോയിരിക്കുന്നത് ഈ 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലേക്കാണ്. അതിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഇനി തുടരുന്ന കാര്യത്തിൽ, ഈവൻ പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിലടക്കം പ്രത്യേക പാക്കേജ് ആന്ധ്രാപ്രദേശിന് കൊടുക്കുന്നു. ഞാനിതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മിക്കുന്ന പാലങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നുകൂടി പ്രേക്ഷകർ
പ്രേക്ഷകർ ഓർമ്മിക്കണം. കഴിഞ്ഞ 15 മാസത്തിനിടയിൽ 10ഓളം പാലങ്ങൾ പൊളിഞ്ഞുപോയ ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളത്. ആ ബീഹാറിൽ എക്സ്പ്രസ് വേക്ക് മാത്രമായി അനുവദിച്ചിരിക്കുന്നത് നോക്കൂ, 26,000 കോടി രൂപയാണ്. 3 പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേകളാണ് ബീഹാറിൽ വരാൻ പോകുന്നത്. ആ 3 പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേകളിൽ ഒന്ന് പട്ന പൂർണിയ, മറ്റൊന്ന് ബക്സർ ഭഗൽപൂർ, മറ്റൊന്ന് വൈശാലി ദർഭംഗ. ഈ 3 വലിയ ഹൈവേകൾക്കൊപ്പം തന്നെ ഈ ബക്സറിൽ ഗംഗാനദിക്ക് കുറുകെയുള്ള ഒരു വലിയ പാലം കൂടി നിർമ്മിക്കാൻ പോകുന്നു. 26,000 crore ആണ് എന്നത് ആലോചിക്കണം. നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനം 24,000 കോടി രൂപ മാത്രമാണ് ചോദിച്ചത്. അവിടെ കേരള സംസ്ഥാനത്തിന് 24,000 കോടിയില്ല. രണ്ടാമത് കേരളം ചോദിച്ചു, ഒരു എയിംസ് തരുമോ എന്ന് ചോദിച്ചു. ആ എയിംസിനെ കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. വീണ്ടും ചോദിച്ചു, ശരി മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾ പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചു. മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിലും തീരുമാനമായില്ല. റബ്ബറിൻ്റെ താങ്ങുവില 250 ആക്കുമോ എന്ന് ചോദിച്ചു. അക്കാര്യത്തിലും യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. അതേസമയം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഒരു പ്രധാന ഫോക്കസ് ഒരു കൊയിലേഷൻ ധർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ശസ്ത്രക്രിയയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇനി അതിൻ്റെ റിയൽ ഫിഗറുകളിലേക്ക് വന്നാൽ ഇതിൽ ഏറ്റവും പോസിറ്റീവായി ഞാൻ കാണുന്നൊരു ആസ്പെക്റ്റ്, നെഗറ്റീവായിട്ടുള്ളത് അത് ഫെഡറലിസത്തെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുന്ന ഒരു ഫിസ്ക്കൽ ഫെഡറലിസത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് എന്നുള്ളതാണ്. ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ കൊയിലേഷൻ ധർമ്മ ഒരു വലിയ ഉത്തരവാദിത്വമായി മാറുകയും അതനുസരിച്ച് സഖ്യകക്ഷികൾക്ക് കൂടുതൽ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മൊത്തം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കുള്ള വിഹിതം എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നതിൻ്റെ അത്രയും പോലും എത്തിയിട്ടില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് സൗത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൗത്തിൻ്റെ വിഹിതത്തെക്കുറിച്ച് ഞാൻ അടുത്ത റൗണ്ടിൽ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കണക്കുകൾ നോക്കൂ. ഈ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ്, നമ്മളുടെ ധനക്കമ്മി 4.9% നിൽക്കുന്നു എന്നുള്ളതാണ്. 5.1% ആയിരുന്നു സാമ്പത്തിക സർവേ പ്രെഡിക്റ്റ് ചെയ്തത്. അത് 4.9% അത് 0.2% ഡിക്ലൈൻ സംഭവിച്ചു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. 4% ഈ ധനക്കമ്മി കുറയ്ക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ശക്തിയെ മുന്നോട്ട് വയ്ക്കുന്നതാണ്, നമ്മളുടെ ധനശേഷിയെ മുന്നോട്ട് വയ്ക്കുന്നതാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഉൾക്കരുത്ത് നമുക്കുണ്ടെന്ന് തെളിയിക്കുന്നതുമാണ്. തീർച്ചയായിട്ടും ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിലുള്ള ഫിഗർ ആശാവഹമാണ്. മൊത്തം നമ്മളുടെ രാജ്യത്തിൻ്റെ GDP വരുമാനത്തെയും ചെലവുകളെയും നമ്മളൊന്ന് കണക്കാക്കുകയാണെങ്കിൽ 32.07 ലക്ഷം കോടി രൂപ വരവും 48.21 ലക്ഷം കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലുമാണ്. ഇപ്പോൾ റിസർവ് ബാങ്കിൽ തന്നെ 2 ലക്ഷം കോടി രൂപയോളം കേന്ദ്ര സർക്കാരിന് നൽകുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ പണം എവിടേക്കാണ് പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഇവിടെ ഈ 26,000 കോടി രൂപയും അടക്കം മറ്റു ചില പ്രളയത്തിൻ്റെ കാര്യത്തിലടക്കം ബീഹാറിന് കൊടുത്തതടക്കം 57,000 കോടി രൂപ, 1.5 ലക്ഷം കോടി രൂപ അവിടെ പോയി. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ 15,000 കോടി അവിടെ കൊടുത്തു. മറ്റു ചില മേഖലകളിൽ കൂടി ആന്ധ്രാപ്രദേശിന് പ്രത്യേക പ്രോജക്റ്റുകൾ അനുവദിച്ചു. മൊത്തം 28,000 കോടിയുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കണക്കിലാക്കിയാൽ 75,000 കോടി, ഏകദേശം 1 ലക്ഷം കോടിയോളം സഖ്യകക്ഷികളുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലും നമ്മളുടെ റവന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏകദേശം 48.21 ലക്ഷം കോടി രൂപ വരും. ഇതെവിടേക്കാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ? വേണമെങ്കിൽ പറയാം 10 ലക്ഷം മുദ്രാ ലോൺ ഉണ്ടായിരുന്നത് 20 ലക്ഷം രൂപയാക്കി മാറ്റി. അത് ഇടത്തരം മീഡിയം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് എന്ന് നമുക്ക് പറയാം. ജനങ്ങളിലേക്ക് പണം എത്തിക്കുമെന്ന് പറയാം. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ് മുദ്രാ ലോണിൻ്റെ വർധനവിനെ. അപ്പോൾ സാമ്പത്തിക ശക്തിയായി നമുക്കുള്ളൊരു സാഹചര്യത്തെ ഗ്രാമങ്ങളിലേക്ക് പണം എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നതും 2 വിഷയങ്ങളിലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആസ്പെക്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂത്തിന് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഫീസ് കൊടുക്കുന്നത്, സ്പേസിന് 18% വർധനവ് വന്നിരിക്കുന്നത്, അതേസമയം തന്നെ മുദ്രാ ലോൺ 10 നിന്ന് 20 ലക്ഷത്തിലേക്ക് അതൊരു പോപ്പുലിസ്റ്റ് മെഷറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെങ്കിലും അത് പണം പമ്പ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു മുന്നേറ്റമാണ്. അതും ഞാൻ സ്വാഗതം ചെയ്തു. സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ശക്തി ജനങ്ങളിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനമായ ബഡ്ജറ്റ് പരാജയപ്പെട്ടു പോകുന്നത് 2 പോയിന്റുകളിലാണ്. ഒന്ന്, ഇത് ഫെഡറലിസത്തിൻ്റെ തത്വങ്ങളെ ബലികഴിച്ചു. അത് ബലികഴിച്ച് സഖ്യകക്ഷികൾക്ക് കൂടുതൽ വിഹിതം കൊടുത്തു, സൗത്തിനെ അവഗണിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളം പ്രതീക്ഷിച്ചതൊന്നും തന്നെ ലഭിച്ചില്ല. രണ്ടാമത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നോക്കൂ, ഇന്ത്യയിലെ
68% ജനങ്ങളും കഴിയുന്നത് ഗ്രാമങ്ങളിലാണ് എന്നതാണ് വസ്തുത. ആ 68% ജനങ്ങൾക്ക് ഒരു ഗ്രാമത്തിലുള്ള ദരിദ്രരായ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരുടെയും ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ അവരുടെ ചെലവിന് വേണ്ടി ഒരു മാസം എത്ര രൂപ ചെലവിടുന്നു എന്നീ സർക്കാരിന് കണക്കുണ്ടോ? ഉണ്ട്. 10 വർഷത്തിന് ശേഷം ഇതാദ്യമായി നമ്മുടെ രാജ്യത്ത് ഒരു ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ നടന്നു. ആ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേ പ്രകാരം നമ്മുടെ ഗ്രാമത്തിലുള്ള 68% ആളുകൾ 3323 രൂപയോളം, ഏകദേശം 3773 രൂപയാണ് അവർ അവരുടെ ചെലവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെലവിനത്തിന് വേണ്ടി ചെലവിടുന്നത്, അതിജീവനത്തിന് വേണ്ടി ചെലവിടുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറായി 3773 രൂപയുള്ള ദരിദ്രരായ മനുഷ്യർ ജീവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ 20% അതിദരിദ്രരാണെന്ന കണക്ക് വന്നിട്ടുണ്ട്. അവർക്ക് 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത 98% ആളുകൾ ഈ 20%-ത്തിലുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ ശക്തി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ധനക്കമ്മി കുറയുന്നതിൻ്റെ ആനുകൂല്യം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് പണം എങ്ങനെ എത്തിക്കും? അവിടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ നാട്ടിൽ അതിന് UPA സർക്കാരിൻ്റെ കാലം മുതലൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ്. MNREGക്ക് ഇത്തവണ എന്ത് സംഭവിച്ചു എന്നതാണ് ഞാൻ ഉറ്റുനോക്കിയത്. പണം ഈ സാധാരണ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അവിടെയാണ്. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ ഏകദേശം 44,000 കോടി രൂപയോളം ഈ ഇനത്തിൽ ചെലവിട്ട് കഴിഞ്ഞു. ഇനി നോക്കൂ, അവശേഷിക്കുന്നത് 42,000 കോടിയാണ്. 8 മാസത്തേക്ക് തൊഴിലുറപ്പിനുള്ള അധികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ കൂടി പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലുള്ളത് കേവലം 42,000-43,000 കോടി രൂപയാണ്. 3 മാസം കൊണ്ട് 44,000 കോടി ചെലവാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് ഇനി 8 മാസം ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്ന ആളുകൾക്ക് പണം കൊടുക്കുക? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിഹിതമാണ് MNREG സ്കീമിന് കിട്ടിയിരിക്കുന്നത്, തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടിയിരിക്കുന്നത്. കേവലം 1.78%. ഇത് കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ആ അർത്ഥത്തിൽ ഒന്ന് ഫെഡറലിസത്തെ നശിപ്പിച്ചു, രണ്ടാമത്തത് തൊഴിലുറപ്പ് വഴി പണം പമ്പ് ചെയ്യാനുള്ള സാധ്യത നഷ്ടപ്പെടുത്തി. ആ കണക്കുകളിലേക്ക് കൂടി വന്നാൽ 2023-24 മൊത്തം നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 1,05,000 കോടി രൂപയായിരുന്നു. ഇത്തവണ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? ബഡ്ജറ്റിൽ 86,000 കോടി രൂപ മാത്രമാണ്. അതായത് 19,297 കോടി രൂപയുടെ കുറവ് തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ട്. എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ പണം എത്തുക? അതേസമയം തന്നെ ഗ്രാമങ്ങളിലെ തൊഴിൽ അന്വേഷിച്ചു വരുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 2 പ്രധാനപ്പെട്ട നെഗറ്റീവ് ആസ്പെക്റ്റ്: ഒന്ന്, അത് ഫെഡറലിസത്തിന് അനുകൂലമല്ല, അത് ഫെഡറലിസത്തെ നശിപ്പിച്ചു, അത് ആന്ധ്രാപ്രദേശ് ബീഹാർ ബഡ്ജറ്റായിട്ട് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് അടിസ്ഥാന വർഗ്ഗങ്ങളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന MNREG പോലെയുള്ള സ്കീമുകളെ അവഗണിച്ചു എന്നുള്ളതാണ്. മൈനോറിറ്റിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ 10 ലക്ഷം കോടി ഉണ്ടായിരുന്നത് 2 ലക്ഷം കോടിയാക്കി കുറച്ചു എന്നുള്ളതാണ്. അത് സാമൂഹിക നീതിക്ക് നിരക്കുന്നതല്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ധനകാര്യസ്ഥിതി ഏറെക്കുറെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതി നമുക്ക് നൽകും. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 4.9% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി കുറച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 5ാമത്തെ സാമ്പത്തിക ശേഷിയായിട്ട് മാറുന്നു. കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്ത് 5% നികുതി ഇളവ് നൽകുന്നു. അതൊക്കെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ അത് ഗ്രാമീണ മേഖലയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ അർത്ഥത്തിൽ ഡബിൾ എഞ്ചിൻ ഓഫ് ചെയ്ത് സ്റ്റെപ്പിനി ടയറിന് കാറ്റിടിക്കുന്ന ബഡ്ജറ്റാണ് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇത് കസേര സംരക്ഷിക്കുന്ന എന്ന ഒരു പ്രാഥമിക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഇടയ്ക്കിടയ്ക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മോദി ഇരുന്ന് ബെഞ്ചിൽ അടിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ പ്രവർത്തകരിൽ നിന്നും കാര്യമായ ഉണർവുണ്ടായിട്ടില്ല. അത് ശ്രദ്ധിക്കണം. സാധാരണ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ ആവേശം BJP ക്യാമ്പുകളിൽ ഉണ്ടാവുന്നതാണ്. അതൊന്നും ഇത്തവണ നമ്മൾ കണ്ടതുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കുർസി ബച്ചാവോ ബഡ്ജറ്റ്. യെസ്, ഇറ്റ്സ് എ കുർസി ബച്ചാവോ ബഡ്ജറ്റ്. സ്മൃതി, ഉറപ്പായിട്ടും കുർസി ബച്ചാവോ ബജറ്റാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മലാ സീതാരാമൻ്റെ ഇടക്കാല ബജറ്റിൽ കാണിച്ച ആത്മവിശ്വാസം ഒട്ടും കാണിക്കാത്ത, ഒട്ടും ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റിലേക്ക് നിർമ്മലാ സീതാരാമന് വരേണ്ടി വന്നു എന്നിടത്താണ്. അതായത് ഈ കസേര സംരക്ഷിച്ചു നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്ക് പ്രിയപ്പെട്ട ബജറ്റാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ആന്ധ്രയുടെ കാര്യത്തിലും ബീഹാറിൻ്റെ കാര്യത്തിലും പറയുന്നത്. അവരെ സംബന്ധിച്ച് പ്രത്യേക പദവി ആന്ധ്രയ്ക്ക് വേണമെന്ന് TDP ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ബീഹാറും ആ രൂപത്തിലാണ് JDU ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രത്യേക പദവി നൽകുക എന്നുള്ളത് BJPക്ക് സാധ്യമല്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ അതിനൊത്ത പ്രത്യേക പാക്കേജ് അതാണ് മുന്നോട്ട് വെച്ചത്. അത് നടപ്പാക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇത് മോദി സർക്കാരിൻ്റെ ബജറ്റല്ല, NDA സർക്കാരിൻ്റെ ബജറ്റാണ്. ആ രൂപത്തിൽ തന്നെ കാണാം. ഈ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നേരത്തെ NDA യോഗത്തിൽ മോദി സർക്കാരിൻ്റെ മുദ്രാവാക്യം
ചിലർ വിളിച്ചു. അപ്പോൾ ഒരു മന്ത്രി തിരുത്തിയത്രേ, മോദി സർക്കാരല്ല ഇന്ത്യ സർക്കാർ എന്ന് പറയുമെന്ന് തിരുത്തി. അപ്പോൾ അങ്ങനെ ആ ഒരു തിരുത്തലും ആ രൂപത്തിൽ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി NDA ആണ് ഭരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് മോദി ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഈ ബജറ്റ് തയ്യാറാക്കുന്നതിൽ സഖ്യകക്ഷികൾക്ക് വലിയ റോളുണ്ട്, അവരുടെ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ TDPയുടെ കാര്യത്തിലാണെങ്കിലും അവർ 2 പ്രാവശ്യമാണ് മോദിയുമായിട്ട് ഇക്കാര്യത്തിൽ ബജറ്റിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം നായിഡു ചർച്ച നടത്തിയിട്ടില്ല. അതോടൊപ്പം JDUവിൻ്റെ ദേശീയ നിർവാഹക സമിതി യോഗം ഡൽഹിയിൽ 2 തവണ നടന്നു. ഇതൊക്കെ ബജറ്റിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമ്മർദ്ദം കൃത്യമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങളെങ്കിലും, അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനിടയാക്കിയ കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ഈ ബജറ്റിൽ വരുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. പക്ഷേ ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ, യുവാക്കളുടെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ 3 കോടി യുവാക്കൾക്ക് തൊഴിൽ. പക്ഷേ 2019 അധികാരത്തിൽ വരുമ്പോൾ ഓരോ വർഷവും 2 കോടി തൊഴിൽ എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അത് നടപ്പായിട്ടില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ നടപ്പാകാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാനിതൊരു റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ 5 വർഷം കൊണ്ട് 4 കോടി പേർക്ക് തൊഴിൽ, അതിനായിട്ട് 2 ലക്ഷം, അതായത് പിന്നാക്കം പോകുന്നുണ്ട് ആ കാര്യങ്ങളിൽ. അത് മോണിറ്റർ ചെയ്യപ്പെട്ടതാണ്. അത് പിന്നാക്കം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്കം പോകൽ എല്ലാ കാര്യത്തിലും, ഓരോ മേഖലയിലുള്ള നീക്കിയിരുപ്പിലും ആ പിന്നാക്കം പോക്ക് കാണാം. അത് നേരത്തെ പല കണക്കുകളും പറഞ്ഞല്ലോ. അപ്പോൾ വലിയ രൂപത്തിൽ തന്നെ ആ പിന്നാക്കം പോക്കുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അത് വ്യക്തമല്ല. ഒന്നും വ്യക്തതയില്ലാത്തൊരു ബജറ്റ് എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ്. ഈ പ്രധാനമന്ത്രി ഏതൊക്കെയാണ്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, അത് 2022-23 272.802 കോടി കണക്കാണ് എനിക്ക് പറയുന്നത്. പകീർത്തി ഇത്തവണ അത് 2 കോടി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫുഡ് സപ്ലൈസിന്റെ കാര്യത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അല്ല, വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പദ്ധതികളും, ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ, പോഷൻ അഭിയാൻ പദ്ധതിയിൽ, അതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 806 കോടി രൂപയാണ് അന്ന് വകയിരുത്തി. 23 വകയിരുത്തിയെങ്കിൽ ഇത്തവണ 86,000 കോടി രൂപ മാത്രമാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളോടുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ എന്താണ് പ്രഖ്യാപനങ്ങൾ? ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാർഷിക മേഖലയിലുള്ള പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ്? കാർഷിക മേഖലയിൽ അവർ പറയുന്നത്, ഈ കർഷകരുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുക എന്നുള്ളതാണ്. അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. അവർക്ക് ലോൺ കൂട്ടുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറം അവർ സമരത്തിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മാത്രം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. വിജയിപ്പിച്ച സംസ്ഥാനങ്ങൾക്ക് കാര്യമായ വിഹിതം മാറ്റിവെക്കുന്നു. ഒരു ഫെഡറൽ നീതി എന്നുള്ളത് ഒട്ടും നടപ്പാക്കാതെ, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ കേരളം എന്ന വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു കഴിഞ്ഞു. കേരളം 24,000 കോടി, അത് ഞങ്ങളുടെ പാക്കേജ് എന്നുള്ളത് ഞങ്ങൾക്ക് തരാനുള്ള പൈസ ആ പാക്കേജായിട്ട് തന്നാൽ മതി എന്ന് കേരളം മുന്നോട്ട് വെച്ചെങ്കിലും അതിൽ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസമൊക്കെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിച്ചല്ലോ. കേരളത്തിന് പ്രളയത്തിൻ്റെ കാര്യത്തിലുമില്ല. അപ്പോൾ ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇളവുണ്ടല്ലോ, അതായത് ഈ കേരളത്തിലെ MP-മാർ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്ന് പോയി സംസാരിക്കുമ്പോൾ, ബജറ്റ് പ്രഖ്യാപനത്തിലല്ല അതിനുശേഷം പോയി സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഈ ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട, മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഇളവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേരളത്തിനുള്ള ഇളവ്, അതാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം അവഗണനയുണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നാളെ പാർലമെന്റിൻ്റെ അകത്തും പുറത്തും പ്രക്ഷോഭം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസ് പറയുന്ന ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ബജറ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് കാണുന്ന രീതിയിലല്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന പോലെ അവരെ പിന്തുണയ്ക്കുന്നവർക്ക് സഹായം കിട്ടും, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് സഹായം. ഗതികെട്ട അവസ്ഥയിലേക്ക് മുന്നണി സംവിധാനം നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ജനപ്രിയ ബജറ്റ്, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ നല്ല ഇത് ആ ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവരങ്ങ് പിടിമുറുക്കിയത് അവിടെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് തന്നെ പിടിമുറുക്കി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അത് ഈ രാഷ്ട്രീയ മോദിയുടെ മുഖത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ചില പ്രതികരണങ്ങളിൽ. ഒരു വളരെ പ്രധാനപ്പെട്ട കണക്ക് ഞാൻ പറയാം. ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ആദ്യം സംസാരിച്ച ഒരു കാര്യം, ഇത് കേൾക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇത് പറയുന്നത്. ഈ
പ്രൈം മിനിസ്റ്റർ കിസാൻ നിധിയിലൂടെ 6,000 രൂപ കർഷകരുടെ കൈകളിലെത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും BJPക്ക് ഗ്രാമങ്ങളിൽ 53 സീറ്റുകളാണ് പറഞ്ഞത് കേട്ടോ. 53 സീറ്റ്സ്, അതായത് ഏറ്റവും കൂടുതൽ കർഷകരുടെ പ്രദേശങ്ങളിൽ. അത് കർഷകരുടെ രോഷമാണ്. ഇത്തവണയും അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. അവർ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിലില്ല. മാത്രവുമല്ല എനിക്കൊന്നു വളം സബ്സിഡിയുടെ കാര്യത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റിനൊക്കെ വില കുറയുമ്പോൾ വളത്തിന്റെ അപ്പോൾ ഈ കർഷകർക്ക് എന്ത് കൊടുത്തു എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ് 53 സീറ്റുകളിൽ. ഇനി ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഈ അഗ്നിവീർ പദ്ധതി ഒരു വലിയ പ്രശ്നമായിരുന്നല്ലോ. അഗ്നിവീർ നീറ്റ് ഇത് ചെറുപ്പക്കാർക്കിടയിൽ ഈ സർക്കാരിനെതിരെയുള്ള പ്രതിച്ഛായ കളങ്കപ്പെടുത്തിയിരുന്നു, പ്രതിച്ഛായ മോശമാക്കിയിരുന്നു. ആ ചെറുപ്പക്കാരുടെ വികാരം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി, പിന്തുണ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. കോൺഗ്രസ്സുകാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് EIL എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള ഒരു ആവേശമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പുതുതായിട്ട് ഒരു ജോലിയിൽ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ കയറിയാൽ EPF-ൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ നിങ്ങൾ അംഗത്വം എടുത്താൽ, EPF നിങ്ങൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ സർക്കാർ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ട് തരാൻ പോവാണ്. അതായത് പുതുതായിട്ട് ഇന്ത്യയിൽ ഏത് സ്വകാര്യ സ്ഥാപനത്തിലും പുതുതായിട്ടൊരാൾ ജോലിക്ക് ഒരു മാസത്തെ ശമ്പളം, ഒറ്റ മാസത്തെ അല്ല, 15,000 രൂപ, 15,000 രൂപ വരെ. അത് എങ്ങനെയാണ്? 1,00,000 രൂപ വരെ ശമ്പളം ഉള്ളവർക്കുണ്ട് കേട്ടോ. 1,00,000 രൂപ വരെ ശമ്പളമുള്ള രാജ്യത്തെ ചെറുപ്പക്കാർക്ക് 15,000 രൂപ നേരിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പക്കാർ ആർക്ക് ജോലി കിട്ടിയാലും ശരാശരി 1,00,000 രൂപയ്ക്കാണല്ലോ. ഒരു IT ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും തുടക്കത്തിൽ ഇപ്പോൾ UGC സാലറി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന് അത് ഗവൺമെൻറ് സർവീസിലാണ്, ഇത് സ്വകാര്യ സർവീസിലാണ്. EPF-ൽ നിങ്ങൾ അംഗത്വം എടുത്താൽ മതി. നിങ്ങൾക്ക് 1,00,000 രൂപ വരെ ശമ്പളം ഉണ്ടെങ്കിൽ പോലും 3 ഗഡുക്കളായി 15,000 രൂപ പോക്കറ്റ് മണിയായിട്ട് നിങ്ങൾക്ക് ഇട്ടുതരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. EPFOയിലെ കണക്ക് പുറത്തു വന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം പുതുതായിട്ട് ജോലി ചെയ്യുന്നത് 19 ലക്ഷം ആൾക്കാരാണ് ഒരു മാസം IT കമ്പനിയിൽ മാത്രം. ഇവർക്ക് ഇത്രയും പേർക്ക് പണം എടുത്ത് കൊടുക്കും, ഈ 15,000 രൂപ എങ്ങനെ കൊടുക്കും? അപ്പോൾ ഈ കണക്ക് എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ പിടിയില്ല. അതിന് എത്ര നീക്കി വെച്ചു എന്ന് ഞാൻ ബഡ്ജറ്റിൽ നോക്കിയപ്പോൾ ആ എസ്റ്റിമേറ്റ് ഇല്ലതാനും. പറഞ്ഞിരിക്കുന്നത് 2.1 കോടി യുവാക്കൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ്. അത് അഗ്നിവീറിൻ്റെയും നീറ്റിൻ്റെയും പേരിൽ ചെറുപ്പക്കാർക്കിടയിലുള്ള, യൂത്തിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്കണ്ടന്റ് ഒഴിവാക്കാനുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ റിയലിസ്റ്റിക് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു മാസം 19 ലക്ഷം ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇത്രയും മാസങ്ങൾ കൊണ്ട് എത്രയും പേർക്ക് പണം കൊടുക്കും ഒരു സെക്ടറിൽ മാത്രം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് അസംഘടിത മേഖലയിൽ കൊടുക്കുന്നതാണ് വലിയ പ്രശ്നം. അതിപ്പോഴും ആ ഇഷ്യൂ സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിലെ അസംഘടിത തൊഴിലാളികളുടെ ശരാശരി ദിവസക്കൂലി എന്ന് പറയുന്നത് 246 മുതൽ 416 രൂപ വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാൻഡിൽ കിടക്കുകയാണ്. അതുപയോഗിച്ച് അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ബഡ്ജറ്റ് അങ്ങോട്ട് എക്കണോമി പുഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഇത് കുർസി ബച്ചാവോ ബഡ്ജറ്റാണ് എന്നാണ് എൻ്റെ ഒരിക്കൽ കൂടിയുള്ള ടേക്ക്. കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉത്തർപ്രദേശിന് പ്രോജക്റ്റ് ഒന്നുമില്ല. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് യോഗിയുടെ BJPയുടെ ഒരു കോട്ടയല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊരു ഉറച്ച കോട്ടയാണ് ഉത്തർപ്രദേശ്. അവിടെ ആകപ്പാടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലേക്കുള്ള കാശി വിശ്വനാഥ ടെമ്പിൾ കൊറിഡോറുണ്ട്. കാശി വിശ്വനാഥ് ടെമ്പിൾ കൊറിഡോറാണ് ഉത്തർപ്രദേശിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏക പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ശിക്ഷാ നടപടികൾ നടന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ കേരളത്തിലേക്ക് വരുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, കേരളത്തിൻ്റെ ഈ മാനവ വിഭവശേഷിയുടെ എല്ലാ സൂചികകളും മാനദണ്ഡങ്ങളും വെച്ച് നോക്കുമ്പോൾ വളരെ പുരോഗമിച്ചിരിക്കുന്നൊരു സൊസൈറ്റിയാണല്ലോ. അതുതന്നെയാണല്ലോ നമുക്ക് ഈ ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ്, നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറയുന്നതിനുള്ളൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നു, നമ്മൾ ആരോഗ്യ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്നു, നമുക്ക് പ്രതിശീർഷ വരുമാനം കൂടുതലാണ്, ഒപ്പം തന്നെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും പ്രോഗ്രസീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ അത് വിനയാകുന്ന തരത്തിൽ കേന്ദ്രവിഹിതം കുറയുന്നു എന്നുള്ളൊരു അവസ്ഥയാണല്ലോ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നമ്മളുടെ എപ്പോഴത്തെയും ഒരു വലിയ പരാതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിന് 47%, ബീഹാറിന് 71% കേന്ദ്രവിഹിതം കിട്ടുമ്പോൾ കേരളത്തിൻ്റെ വിഹിതം കിട്ടുന്നത് 21%. അവിടെ ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ, അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളെ, കർണാടകം പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ കൂട്ടത്തിൽ നിർത്താൻ
ബജറ്റിലൂടെ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പം ധനകാര്യ അവാർഡ്, ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു മാനദണ്ഡമായിരിക്കുമ്പോൾ പോലും ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതകൾ കണക്കിലെടുത്ത് കാര്യങ്ങൾ അവർക്ക് കൂടി ഗുണപ്രദമാകുന്ന രീതിയിൽ ചില നീക്കിയിരിപ്പുകൾ, ചില വകയിരുത്തലുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്. അവിടെയാണ് ഈ നമുക്ക് കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല ഈ ബജറ്റിൽ നിന്നുള്ള പ്രശ്നം വരുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 24,000 കോടി രൂപയുടെ ഒരു പാക്കേജാണല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത്. അതിലേതാണ്ട് 3,600 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ വിഹിതമായി കിട്ടാനുള്ളതാണ് കേട്ടോ. അതേപോലെ ഈ പറയുന്ന ദേശീയപാതാ വികസനത്തിനായി നമ്മൾ ചിലവഴിച്ചിരിക്കുന്ന 6,000 കോടി രൂപ നമ്മുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ച് തന്നാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കടമെടുപ്പ് പരിധിയുടെ കൂട്ടത്തിൽ ഒരു 6,000 കോടി രൂപ കൂടി ആഡ് ചെയ്താൽ നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കും ഈ പൈസ. അപ്പം ആ രീതിയിലൊക്കെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിനുള്ളൊരു സെൻട്രൽ അസിസ്റ്റൻസ്, ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ ചിലവാക്കിയ പൈസ തന്നെ നമ്മളുടെ കടമെടുപ്പ് പരിധിയിലേക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വാൻസ് തരിക. അതേപോലെ 3,600 കോടി രൂപ നമുക്ക് തരാനുള്ളത് ഇത്രയും വേഗം തരിക. ഈ രീതിയിലൊക്കെ ചേർത്തിട്ടാണ് 24,000 കോടി രൂപയുടെ പാക്കേജ് എന്ന് പറയുന്നത്. എയിംസ് പിന്നെ എത്രയോ കാലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷേ അതല്ല, ഇവിടുന്ന് BJP യിൽ നിന്നൊരു MP ജയിപ്പിച്ച് വിട്ടതാണ് കേരളം. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇപ്പം ടൂറിസം മന്ത്രി കൂടിയാണ് അദ്ദേഹം. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടൂറിസം ആണല്ലോ. നമ്മളിപ്പോൾ നോക്കിക്കേ, ഈ ബജറ്റിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്തിലും ഒരു ഹിന്ദുത്വ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമല്ലോ. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ടൂറിസവും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടൂറിസം പ്രോജക്റ്റുകൾ. ഇപ്പോൾ ഒഡീഷയുടെ ജഗന്നാഥ ക്ഷേത്രം, കാശി ക്ഷേത്രം, രാജ്ബീഹാറിൽ ബോധി, അങ്ങനെ പിന്നെ ഉള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊരു ടൂറിസം പ്രോജക്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അതിനകത്ത് ഒരു ഹിന്ദുത്വ എലമെന്റ് എന്ന് പറയുന്നത്. എനിവേ, അത് അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ അവിടെ അപ്പോഴും ശബരിമല എവിടെ പോയെന്നേ. അങ്ങനെയാണെങ്കിൽ വലിയ ഗുരുവായൂരും തൃപ്രയാറും നരേന്ദ്രമോദി തന്നെ വന്നു പോയ സ്ഥലങ്ങളാണ്. ശരിയായ ഒരു കാര്യമല്ല. എന്നാൽ അല്ല, ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അത്തരത്തിലുള്ളൊരു തീർത്ഥാടക പിന്നെ ഒരു പിൽഗ്രിമേജ് ടൂറിസം ഡെവലപ്പ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം പിന്നെ വിവേകാനന്ദ പാറയിലാണ് വന്നിരുന്നിട്ട് ഇത് ചെയ്തത് അല്ലേ, ധ്യാനിച്ചത്. അദ്ദേഹം പിന്നെ രാമനാഥപുരം ക്ഷേത്രത്തിൽ പോയിരുന്നു. ഈ പറയുന്ന കേരളത്തിൽ ഗുരുവായൂരും തൃപ്രയാറും, അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു. അങ്ങനെയൊക്കെ വ്രതമെടുത്താണല്ലോ ഈ പിന്നെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയത്. ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് പ്രചരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വിവേകാനന്ദ പാറയിൽ വന്നിട്ടാണല്ലോ ധ്യാനത്തിലിരുന്നത്. ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ ഒന്നും തന്നെ ഇതിനകത്ത് പരിഗണിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ആ പ്രോജക്റ്റിൽ പോലും. അപ്പോൾ കേരളത്തിലൊരു ടൂറിസം മന്ത്രിയെ തന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ആ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാ അർത്ഥത്തിലും കേരളത്തിനെ ലോകമാതൃകയാക്കുന്ന ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയായിട്ടുള്ള കേരളം, അത് ഇന്ത്യക്കും ഗുണകരമാണല്ലോ എന്ന് ഞാൻ പറയുന്നത്. ഈ ഫോറിൻ കറൻസി എന്ന് പറയുന്നത് വരുന്നത് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. ആ ഒരു കാര്യം പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചത്, അതിപ്പോൾ ബീഹാറിന് ഓഫ് കോഴ്സ് നേരത്തെ ആരും ഭയങ്കരമായി പ്രളയം ബാധിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന ബീഹാർ എന്ന് പറയുന്നത് നിരന്തരം അവരുടെ കൃഷി മുഴുവൻ നശിച്ചു പോകുന്നത് ഈ പ്രളയം വന്നിട്ട് തന്നെയാണ്. ഗംഗാനദി കരകവിഞ്ഞൊഴുകും, അതോടുകൂടി അതിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ പോകും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോഴാണ് അതിനൊക്കെ ഒരു വെളിപാടുണ്ടാകുന്നത് പോലെ, ഒരു ബോധോദയം ഉണ്ടാകുന്നത് പോലെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. 11,500 കോടി രൂപയുടെ പ്രളയ പ്രതിരോധ പാക്കേജ് ഇപ്പോൾ ബീഹാറിന് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഈ പറയുന്ന 18 സീറ്റിന്റെ സമ്മർദ്ദമാണെന്നേ. അതാണ് പ്രശ്നം. ഈ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ കേരളം ലിസ്റ്റ് ചെയ്ത് ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 24,000 കോടി രൂപ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് വെട്ടിക്കുറച്ചതാണ്. ആ 24,000 തരണമെന്നല്ല ആവശ്യപ്പെട്ടത്. ആ 24,000 കോടി ഒരു പാക്കേജ് ആയിട്ട് തന്നാൽ മതി. ഒരു പാക്കേജ് ആയിട്ട് കടമെടുപ്പ് പരിധിയിൽ നമുക്ക് അനുവദിച്ച് 24,000 കോടി രൂപ ഒരു പാക്കേജ് ആയിട്ട് തരും. അതൊരു റീസണബിൾ ആയിട്ടുള്ള ആവശ്യമാണ്. കാരണം എന്താ, നമുക്ക് 42 ലക്ഷം കോടി രൂപ ചെലവിടുന്ന നമ്മുടെ ഈ രാജ്യത്ത് 24,000 രൂപ കേരളം പോലെ ഒരു സംസ്ഥാനം ഒരു പാക്കേജ് ആയിട്ട് ആവശ്യപ്പെട്ട് കൊടുത്തില്ല. മറ്റൊന്ന് മറ്റേ ഈ ശ്രീഷൻ പോയി ചോദിക്കുന്ന പോലെയാണല്ലോ. 5,000 കോടി രൂപ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഒരു സഹായം നൽകണം എന്നാവശ്യപ്പെട്ടു, അത് കൊടുത്തില്ല. 6,000 കോടി രൂപ ഏത് പണം ആവശ്യപ്പെട്ടെന്നറിയാമോ? നമ്മുടെ ദേശീയപാതാ വികസനത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് കേന്ദ്രം എടുത്തുകൊണ്ടുപോയ 5,960 കോടി രൂപ, അതിൽ നിന്ന് ഒരു 6,000 കോടി രൂപ നിങ്ങൾ കടമായിട്ട് തന്നാൽ മതി എന്നത് ആവശ്യപ്പെട്ടു, അതും കൊടുത്തില്ല. പകരം കേരളത്തിന് ഇപ്പോൾ ഉള്ളത് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അതാണ് ധനമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് BJP പൂട്ടി ബഡ്ജറ്റിൽ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കേരളത്തിൻ്റെ പാക്കേജിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കി വരാം. 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് നിരാശയാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ട പാക്കേജ്, എയിംസ് തുടങ്ങിയവ നിരാകരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിനുൾപ്പെടെ സഹായം നൽകണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തു. ബജറ്റ് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. ഭക്ഷ്യ സബ്സിഡി വിഹിതവും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തെ ദോഷകരമായി ബാധിക്കും. രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല NDA മുന്നണിയുടെ ആരോഗ്യവും ആയുസ്സുമാണ് ബജറ്റ് പരിഗണിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിക്കുകയും ചെയ്തു. റിപ്പോർട്ട്
BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരായതിനാൽ ഇത്തവണത്തെ ബജറ്റിൽ കാര്യമായ പരിഗണന കിട്ടുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ. എന്നാൽ ബജറ്റ് അവതരണം കഴിയുമ്പോൾ നിരാശയാണ് ഫലം. സംസ്ഥാനത്തിന് ഒരു പരിഗണന ലഭിച്ചില്ല എന്നതാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. ഇത്ര വലിയ അവഗണന ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല എന്ന വികാരത്തിലാണ് സംസ്ഥാന സർക്കാർ. മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. കേന്ദ്ര ബജറ്റ് കേരളത്തോട് കടുത്ത വിവേചനം കാട്ടിയെന്ന വികാരത്തിലാണ് UDF എംപിമാരും. രാജ്യത്തെ ഒന്നായി പരിഗണിച്ചില്ല, പകരം സങ്കുചിത രാഷ്ട്രീയമാണ് ബജറ്റിൽ കാണുന്നതെന്നാണ് അവരുടെ വിമർശനം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിൻ്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ, ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. ഒരു പുതിയ പദ്ധതിയും ഒരു ആനുകൂല്യവും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, കേവലമായ പരാമർശം പോലും ആ കാര്യത്തെ സംബന്ധിച്ചില്ല. ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസ് ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചതാണ്. താൻ ജയിച്ചാൽ തീർച്ചയായും എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. ബഡ്ജറ്റിൽ സ്വാഭാവികമായും പ്രഖ്യാപനം വേണ്ടതാണ്. നിലവിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് BJP അംഗം ജയിച്ച് മന്ത്രിയായിട്ടും സംസ്ഥാനത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളില്ല. എയിംസ് കൊണ്ടുവരുന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെ പോലും ബജറ്റ് ഗൗനിച്ചിട്ടില്ല. ഭക്ഷ്യ സബ്സിഡിക്കായി നീക്കിവച്ചിരിക്കുന്ന പണം മുൻവർഷത്തേക്കാൾ വലിയ തോതിൽ കുറവാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള നീക്കിയിരിപ്പിലും സമാന നിലയാണ്. ഇതെല്ലാം കേരളത്തിലുള്ള വിഹിതത്തിലും പ്രതിഫലിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിന് പ്രതികൂലമാണ്. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതിയിൽ നീക്കിവെച്ച പണത്തിൽ കൊണ്ടായിരിക്കുന്ന 19,000 കോടിയുടെ കുറവ്. അത് കേരളത്തെ ബാധിക്കും. കാര്യം ഏറ്റവും നന്നായിട്ട് ആ പണി എടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ. രണ്ടാമത്തത്, ഭക്ഷ്യ സബ്സിഡി ഇനത്തിലുള്ള കുറവ്. അതും കേരളത്തിലെ PDSനെ ബാധിക്കും. ഈ കാർഷിക മേഖലയിലെ പ്രഖ്യാപനങ്ങൾ പലതും സംസ്ഥാനങ്ങൾ നേരിട്ട് നടത്തേണ്ട നടത്തേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേരളത്തിനൊന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമേ നമുക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. പക്ഷേ അപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഒരു ട്രിവിയ ഫാക്റ്റ് ഉള്ളത്, ഈ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിനൊരു റെക്കോർഡുണ്ട്. നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെയാണ്. ടൈംസ് ആരുടെയാണെന്ന് മറികടന്നെന്ന് അറിയാമോ? മൊറാർജി ദേശായിയുടെ അവാർഡ് മറികടന്നാണ് നിർമ്മലാ സീതാരാമൻ ആ അവാർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് നിർമ്മലാ സീതാരാമൻ. നമുക്ക് ആ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. श्रीमती निर्मला सीतारमण, माननीय वित्त मंत्री जी. I rise to present the budget for the year 2019-20. 2019 ജൂലൈ 5 വെള്ളിയാഴ്ച രാവിലെ 11 മണി പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിച്ചു തുടങ്ങി. മോദി സർക്കാരിന്റെ 2ാം അധ്യായത്തിലെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ്. ചരിത്രത്തിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുന്നു. 5 വർഷം കഴിഞ്ഞു. 7 ബജറ്റുകൾ മേശപ്പുറത്ത് വെച്ചു. തുടർച്ചയായി 7 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ. I present the budget for 24-25. We are determined to ensure that all Indians, regardless of religion, caste, gender, and age, make substantial progress in realizing their life goals and aspirations. 1959-നും 63-നും ഇടയിൽ തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയെ മറികടന്നു. 1951-56 കാലയളവിൽ 7 ബജറ്റ് അവതരിപ്പിച്ച CD ദേശ്മുഖിന് ഒപ്പമെത്തി. തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായി കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് തനിച്ച് സ്വന്തം. പക്ഷേ കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായി തന്നെയാണ്. 10 ബജറ്റുകൾ. 9 ബജറ്റ് അവതരിപ്പിച്ച P ചിദംബരം രണ്ടാമത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി 8 ബജറ്റുമായി മൂന്നാമത് നിൽക്കുന്നു. തൊട്ടുപിന്നിൽ നിർമ്മലാ സീതാരാമൻ. രാജ്യത്ത് കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയും ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മലാ സീതാരാമനാണ്. 2020-21 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:42 വരെ നീണ്ടിരുന്നു. 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു ബജറ്റ് അവതരണം. 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുൻപേ സ്വതന്ത്ര ഇന്ത്യയിൽ കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയായേക്കാം നിർമ്മലാ സീതാരാമൻ. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.
നമ്മുടെ റിപ്പോർട്ടർ ഈ സ്റ്റോറി തയ്യാറാക്കിയ ആള് ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ മാത്രമല്ല നിർമ്മലാ സീതാരാമൻ തുടരുകയും വേണം താനും വേണം അതിന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ മീറ്റ് ദി ഡീറ്റെയിൽസ് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ഇനി നാളെ വീണ്ടും കണ്ടുമുട്ടാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.